തിരുവനന്തപുരം ഭീമാപ്പള്ളി പരിസരത്ത് വൻ ലഹരിവേട്ട. സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ 35 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധന ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു. ലഹരി സൂക്ഷിക്കാൻ കടകളിൽ തയ്യാറാക്കിയ രഹസ്യ ഭൂഗർഭ അറകളും പോലീസ് കണ്ടെത്തി. തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി മേഖലയിൽ വലിയ തോതിൽ ലഹരി വിൽപ്പനയും ലഹരി ഉൽപ്പന്നങ്ങളുടെ ഗോഡൌണും പ്രവർത്തിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ റെയ്ഡ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം സിറ്റി പോലീസ് നടത്തിയ വലിയ റെയ്ഡുകളിലൊന്നായി മാറി ഭീമാപ്പള്ളി പരിസരത്തെ റെയ്ഡ്. ലക്ഷക്കണക്കിന് രൂപയുടെ നിരോധിത പാൻ മസാലകളും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ നിന്ന് പിടികൂടിയത്. കഴിഞ്ഞ കുറച്ചു കാലമായി നഗരത്തിന്റെ പല ഭാഗത്തു നിന്ന് പിടിയിലായ പ്രതികളിൽ നിന്നാണ് ഭീമാപ്പള്ളി പരിസരത്തെ ഈ ലഹരി ശേഖരത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ ബി കൃഷ്ണയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് തയ്യാറാക്കിയാണ് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. ഇന്ന് രാവിലെ ഭീമാപ്പള്ളി പരിസരത്തെ കടകളിലാണ് പരിശോധന നടത്തിയത്. 35 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കടകളിലെ രഹസ്യ അറകളിലും മറ്റുമാണ് ഇത്രയധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. വലിയ വിശാലം ഇതിൻ്റെ ഈ റൂമിൻ്റെ എത്ര ഭാഗം മേഖലയിലെ ഒരു വീടിന് സമീപത്തെ ഗോഡൌണിൽ നിന്നും ആയിരക്കണക്കിന് പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ലഹരിക്കെതിരെ ഒട്ടും പുറകിലല്ലാത്ത തരത്തിലുള്ള നടപടികളായിട്ടാണ് പോലീസ് പോകുന്നത്. കടയുടെ അകത്ത് ചെറിയ ഒരു അറയുണ്ട്, ഒരു രഹസ്യ ഭൂഗർഭ അറയുണ്ട്. ആ അറയിലാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് രാത്രി ഇറക്കി സൂക്ഷിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് ഇവിടെ ലഹരി കച്ചവടം നടക്കുന്നത്. അതിൻ്റെ വേറെ അറക്കുക തന്നെ ചെയ്യും. ഭീമാപ്പള്ളി പരിസരത്ത് മിഠായി വിൽക്കുന്ന കടകളുടെയൊക്കെ മറവിലാണ് ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിതരണവും വിൽപ്പനയും ഒക്കെ നടന്നിരുന്നത്. മാത്രമല്ല ഇതിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെയായിരുന്നു ലഹരി മാഫിയയുടെ പ്രവർത്തനം. നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് പോലീസിന്റെ ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ തീരുമാനം. ഇവർ എങ്ങനെയാണ് ഇത്രയധികം ലഹരി ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും സംഭരിച്ചതെന്നും ഒക്കെയാണ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുക. ഏതായാലും 2 പേരെയും റിമാൻഡ് ചെയ്യും. പിടിച്ചെടുത്ത ലഹരി ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. ക്യാമറമാൻ ബിജുവിനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.